ഭയപ്പെടേണം. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളാണ്. ആദ്യമായിട്ട് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത് രാധ എന്നു പേരുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ പറയുന്ന 5 വർഷത്തോളമായിട്ട് തനിക്ക് മുടന്നുണ്ടായിരുന്നു. 21 വർഷം മുമ്പ് തൻ്റെ കാലിലൊരു സർജറി നടന്നു. അതേ തുടർന്നിട്ട് തനിക്ക് ഭയങ്കര വേദനയായിരുന്നു കാലിന്. എന്നാൽ 5 വർഷമായിട്ട് തനിക്ക് മുടന്തി നടക്കാൻ കഴിയത്തുള്ളായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ സൗഖ്യമാക്കി അത്ഭുത സാക്ഷ്യമാണ് സിസ്റ്റർ പങ്കുവെക്കുന്നത്. മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ കർത്താവിൻ്റെ സൗഖ്യം സിസ്റ്ററിൻ്റെ മേൽ ചലിക്കുവാനിടയായിത്തീർന്നു. തൻ്റെ കാലുകളിൽ വന്ന ദൈവിക ശക്തിക്കായി നന്ദി പറയാം. ഇന്നെന്നെ കാണുന്ന ആർക്കെങ്കിലും കാലുകളിൽ പ്രയാസമാണ്, വേദന കാരണം നേരെ നടക്കാൻ കഴിയുന്നില്ല എന്ന് പ്രയാസത്തോടായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുന്നതിനോടൊപ്പം നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വലിയ അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ നടക്കുവാനിടയായിത്തീരും. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. രാധസിസ്റ്റർ എന്നാണ് ഈ സിസ്റ്ററിന്റെ പേര്. ഒരു കൂട്ടം സൗഖ്യത്തിന്റെ സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് 5 വർഷമായിട്ട് സിസ്റ്ററിന് നടക്കാൻ കഴിയാതെ മുടന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ഞാൻ ഓഗസ്റ്റില് ഡെലിവറി ക്യാമ്പിന് പങ്കെടുത്തായിരുന്നു. അപ്പോൾ ബ്രദർ ഞാൻ മുടന്നുണ്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളുടെ ചേട്ടൻ എന്നെ കളിയാക്കാറുണ്ടോ, മോഹൻലാൽ കളിക്കുവാന്ന് പറഞ്ഞാ. എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം മുടന്നു മാറിപ്പോയി. മുടന്നില്ല. ഇപ്പോ ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൈയടിക്കാത്ത എന്താ? ഫുൾ ഹിസ്റ്ററി എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയാ ചേച്ചിക്ക് മുടന്നുണ്ടായത്? എങ്ങനെയാ? കാല് നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 21 വർഷം മുന്നേ എന്റെ കാലിന് മുട്ടിന് വെള്ളം കെട്ടുന്ന ഓപ്പറേഷൻ ചെയ്തേക്കുമായിരുന്നു. എനിക്ക് കട്ടിയായ പണികളൊക്കെ എടുക്കുമ്പോ പിന്നെ ഒരു 1-2 മാസത്തേക്ക് എനിക്ക് കാല് മടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ആ ഓപ്പറേഷനെ തുടർന്നുണ്ടായാണ് ഈ മുടന്ത്. അതെ. ഇപ്പൊ ഒരു 5 മാസമായിട്ട് പൂർണ്ണമായിട്ട് എന്റെ കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരമാണ് ഞാൻ ഡെലിവറി ക്യാമ്പിന് ഓഗസ്റ്റിൽ പങ്കെടുക്കുന്നത്. വന്നായിരുന്നു ഞാൻ. അന്നേരം ബ്രദർ പ്രാർത്ഥിച്ചു. 5 മാസം തീരെ മടക്കാൻ പറ്റത്തില്ലായിരുന്നു. 21 വർഷം മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞതാ. ഇപ്പൊ കാല് മടക്കാം. 5 വർഷം. 5 വർഷം അല്ലെ? 5 വർഷമായിട്ട് മടക്കത്തില്ലെന്നാണോ? 5 വർഷമായിട്ട് മുടന്നുണ്ടായിരുന്നു. 5 വർഷമായിട്ട് മുടന്നുണ്ട്. കട്ടിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ കാല് മടക്കി തൂമ്പാപ്പണിയൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നിങ്ങളെന്താ അനങ്ങാതിരിക്കുന്നേ? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെലിവറൻസ് ക്യാമ്പിന് ഞാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചേച്ചിക്ക് ഇവിടെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇവിടെ തേയ്മാനമായിരുന്നു. അടുത്ത ദിവസം ഈ മാസം 10-ാം തീയതി എന്നെ പട്ടി അടിച്ചായിരുന്നു. അപ്പോൾ 9 ഇഞ്ചക്ഷൻ എടുത്തു. എല്ലാം ഈ വലിയ നെല്ലിക്കട അത്രയും 2 കയ്യിലും ഉണ്ടായിരുന്നു. അത് ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കയ്യാലത്തെ കാലിൽ അങ്ങ് ഇറങ്ങിപ്പോയി, ഈ കയ്യാലത്തെ കയ്യിൽ മാത്രം അങ്ങ് ഇറങ്ങിപ്പോയി, മാറിപ്പോയി. കയ്യിലും ഒക്കെ ഇറങ്ങിപ്പോയി. കയ്യിൽ ബോൾ പോലെ കിടക്കുമായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്തത്. കർത്താവേ നന്ദി പറഞ്ഞ കർത്താവിന്. ആമേൻ. കർത്താവേ, ചേച്ചിയുടെ ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് കാണുന്ന ഈ നമ്മുടെ ഈ തോളിൻ്റെ എല്ല് ഒരു കപ്പ് പോലുള്ള സ്ഥലത്തായിരിക്കുന്നത്. ആ കപ്പ് പോലുള്ള സ്ഥലത്തിന് ഒരു തേയ്മാനമുണ്ട്.
ആ കപ്പ് പോലുള്ള സ്ഥലം കർത്താവ് പുതുതാക്കാൻ പോവാ ഇവിടെ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. റസലിയാം തലബ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. അത് നിമിത്തം നിങ്ങളുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ട്. ആ മുട്ടിലോട്ടൊന്ന് കൈവശേ. ഷാനിയോ തുലുബ സലിയോ തുനുബ സക്കറോറിയാത റസലിയോ തുബ റാം തലബറക്കബ. ചേച്ചി, ഈ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ അവിടെ മുഴ ഇപ്പോഴും ഉണ്ടോ അവിടെ? ആ ചെറുതായിട്ടുണ്ട്. ഈ ലിഫ്റ്റ് കയറുന്ന അല്ല ഇത് സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ആയിരിക്കും ചെറുതായിട്ട്. ചേച്ചി, മുഴയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് മാംസത്തിന്റെ മുഴയാന്നോ? അല്ല, ഈ ചേച്ചിയുടെ ഈ എല്ല് പുറത്തോട്ട് തള്ളിയിരിക്കുക. ഇന്ന് മുഴ എന്നാ പറയുന്നത്. ആ മുഴയുള്ള തുള്ളിയും തൊട്ട് നോക്കിയിട്ട് അപ്പം മനസ്സിലാവും നിനക്ക്. അതായത് നമ്മുടെ ഡിസ്കിന്റെ ഒരു പലക കുറച്ച് പുറത്തോട്ട് തള്ളിയായിരിക്കുന്നേ. അത് മുഴയല്ല, എല്ല. അവർ പറയുന്നത് മുഴയാന്നാ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ എല്ല് പഴയ പൊസിഷനിൽ വന്ന് നിങ്ങൾ ആരോഗ്യം പ്രാപിക്കാനായിട്ടോ. എന്നാൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എൻ്റെ കാരണം നമ്മുടെ ഈ ഭാഗത്തെ ഒരു ഹിപ്പാണ് ഇവിടെ നിന്ന് അകത്തോട്ട് തള്ളിയിട്ട് സൈഡിലോട്ടായിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കർത്താവ് ആ പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുവരുമെന്ന്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. കർത്താവ് ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. അവിടെ ഇവിടെ കൈ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സ്റ്റോർ ആകട്ടെ. ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. റൈറ്റ് നൗ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ മരം ചുമക്കുകയോ ചുള്ളി ചുമക്കുകയോ നിങ്ങളൊക്കെ ചെയ്യുമായിരുന്നോ? ചുമക്കുമായിരുന്നു. ചുള്ളിയായിട്ട് എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴുവോ? കാലിലൊരു ഓപ്പറേഷൻ കൂടെ ചുള്ളിയായിട്ട് വീണിട്ടുണ്ട്. കാരണം ഒരു കുറെ ചുള്ളിയായിട്ട് എവിടെ നോക്കിയോ ഇറങ്ങി വരുന്ന എനിക്ക് കാണാം. ചേച്ചിയുടെ ആ കാലിനുണ്ടായ ബുദ്ധിമുട്ട് കാരണം ചേച്ചിക്ക് ഇപ്പോഴും കാൽ ഉറച്ചു വെക്കാൻ പ്രയാസമാണ്. ഉറച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു 1.5 ഇഞ്ച് കുറവുള്ളതുപോലെ ഈ ഒരു മുട്ട് നേരത്തെ ഒരു 20 വർഷം മുന്നേ ഓപ്പറേഷൻ ചെയ്യായിരുന്നു. അപ്പം ഇത്രയും എല്ലാം തീർന്നു പോയെന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. എന്ത് സിമ്പിളായിട്ടാണോ ഇതൊക്കെ പറയുന്നത്? അതെന്തൊക്കെയോ വെച്ച് നിറച്ച് വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കർത്താവിനെ വിളിച്ച് പിന്നെ സിസ്റ്ററൊക്കെ വിളിച്ച് ഇങ്ങനെ വേദന അങ്ങ് മാറി നടക്കും. ഇത്രയൊക്കെ കുറഞ്ഞിരിക്കുക, പക്ഷെ എന്തൊക്കെയാ നിറച്ച് വെച്ചേക്കുവാന്ന് എന്തുവാന്നോ പറയുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ചേച്ചിയുടെ ആ ഒടിഞ്ഞ അസ്ഥികൾക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇന്നതോടെ തീരുക. നിങ്ങൾ നേരത്തേക്കാൾ നന്നായി ജോലി ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളുടെ കാലുകളിൽ ബലം ഉണ്ടാവും. ഇന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. യേശുവേ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം തൊടട്ടെ. അപ്പം 2 മുട്ടിലേക്ക് ഒന്ന് കൈവച്ചേ. പ്രത്യേകിച്ച് ചേച്ചിക്ക് ഇടത്തെ കാലിലൊരു മുടന്തുണ്ട്. ഇതിന് കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ കൂടെ വന്ന ആരെങ്കിലും ഇദ്ദേഹത്തിന് മുടന്തുള്ളതായിട്ട് അറിയാവോ? നടക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ മുമ്പ് ഒന്ന് എടുക്കടിത്തോളി, എന്നിട്ട് പ്രാർത്ഥിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചേച്ചി ഒന്ന് നടന്നേ, ഞങ്ങളൊന്ന് കാണട്ടെ. ആ വണ്ടി ഇങ്ങനെയാ പോകുന്നത് അല്ലേ? വാ അങ്ങോട്ട് പോ. ഇതെവിടെ കിട്ടിയോ? അങ്ങോട്ടും കൂടെ നടന്നേ. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും അത്ഭുതം നടന്നാൽ കാണണ്ടേ അതെന്താന്ന്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. വാ. അര കുറവാ, ഒരു സൈഡ് കുറവാ. മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞല്ലേ പരസ്പരോട്. അന്നേരം ഞാനും എൻ്റെ ഈ മുട്ടുമുടക്കി ഞാൻ ഇതുവരെ നിന്നിട്ടില്ല, കുറേ വർഷങ്ങളായി. അപ്പം ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നായിരുന്നു. ഇവിടെ വരുമ്പോഴും നിനക്കഞ്ഞി മുടന്നുണ്ട്. ഈ 2 ദിവസം മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ മുട്ട് മുടക്കാറായതാ. സോളി വാ, മുട്ടിലോട്ട് കൈവേ. ചേച്ചിയുടെ കാല് നീളാൻ പോവാ. ഒന്ന് കൈ അടിച്ചൊരേ ആമേൻ പറഞ്ഞു. ഇവരുടെ മുടന്ത് മാറി എന്ന് ഇവരുടെ ചുറ്റുമുള്ള ആളുകൾ കണ്ട് സാക്ഷ്യപ്പെടുത്താൻ യേശുവിന്റെ അത്ഭുത കാര്യം എന്ന് ചലിക്കട്ടെ. ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു. യേശുവേ, ഞാനിത് പറയുമ്പോൾ ഈ ചേച്ചിയുടെ ഇടത്തെ കാലില് ഒരു വലിയുന്ന അനുഭവം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. കർത്താവ് ഞങ്ങളുടെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. പറയുന്നോണേ. അവർ എഴുന്നേറ്റോളം പറ. അവർ നടന്നോളാം നോർമലായിട്ട്. ഒന്ന് കാണട്ടെ എന്തായാലും. ഇനി ഇവര് നടക്കുന്നില്ല, വല്ല വ്യത്യാസമുണ്ടോ? ഞാൻ ചോദിച്ചാ വലിച്ചില് പോയോ? വലിച്ചിലില്ല, ഒരു സൈഡ് കറക്റ്റായി. മോഹൻലാൽ കളിച്ചാ നടക്കുന്നത്. മോഹൻലാൽ ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നില്ല. മോഹൻലാൽ കളിച്ചാ കളിക്കുന്നു. എന്നൊക്കെയോ ഡയലോഗ്.
എന്റെ ഭർത്താവ് എന്ന് പറയും, ഓ നീ മോഹൻലാലിനെ അനുകരിക്കുന്നതായിരിക്കും, അല്ല നീ ഒന്ന് നേരെ നടക്കുന്നു എന്നോട് അങ്ങനെ പറയാ. പിന്നെ എന്തായാലും മോഹൻലാൽ അനുകരിക്കുന്നു നിന്നു. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ചേച്ചി അടുത്ത മാസം വന്ന് ഇത് സാക്ഷ്യം പറയണം കേട്ടോ. അതുപോലെ ഈ സിസ്റ്റർ പറയുന്നത് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, ബ്ലഡ് ആവശ്യത്തിലില്ലായിരുന്നുകൊണ്ട് സർജറി ചെയ്താലും രക്ഷപ്പെടത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ആ അവസരത്തിൽ ഈ സിസ്റ്റർ പറയുന്നത് കോൾ സെന്റർ വിളിച്ച് പ്രാർത്ഥിച്ചു, അത് പൂർണ്ണമായിട്ട് സൗഖ്യമായി എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുന്നത്. യൂട്രസിലെ മുഴ മാറി, അതുപോലെ കാലിലെ മുടന്തു മാറി. വേറൊരു കാര്യം കൂടി പറയുന്നു, പശുവിന് അകിടുവീക്കം ഉണ്ടായിരുന്നു, അത് പ്രാർത്ഥിച്ചപ്പോൾ അതും സൗഖ്യമായി എന്നാണ് പറഞ്ഞത്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച സത്യമാണോ ചേച്ചി? സത്യമാണ്. അതോ നിങ്ങൾ വല്ല പൈസ തന്നിട്ട് പറയുവാണോ? പൈസ തന്നിട്ടൊന്നും അല്ല, പൈസ തന്നിട്ടല്ല. എനിക്ക് യൂട്രസിൽ ബ്ലഡ് ഇല്ലായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ സർജറി നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 2022 മാർച്ച് 5-ാം തീയതി എന്നെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. 22-ാം തീയതി വരെ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഡോക്ടറുടെ ചെക്കപ്പിന് വരുമ്പോൾ പറയും രക്ഷപ്പെടാൻ സാധ്യതയില്ല. തൊടുപുഴയായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ബ്ലഡ് കയറ്റുന്നുണ്ട്, പക്ഷേ അത് അളവ് കൂടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഓരോ ദിവസവും ഈ ഹോസ്പിറ്റലിൽ കട്ടിലേ കിടന്ന് ഞാൻ കോൾ സെൻ്ററിലോട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ എന്നെ എനിക്ക് പ്രാർത്ഥിച്ചു. അവസാനം 21-ാം തീയതി ലാസ്റ്റ് പ്രാർത്ഥിച്ചു. 22-ാം തീയതി ഒന്നുകൂടെ ചെക്ക് നോക്കിയിട്ട് കോട്ടയത്തിന് ഇവിടെ ആണെന്ന് ഡോക്ടർ പറയുമായിരുന്നു. രക്ഷപ്പെടില്ല എന്ന് പറയുന്നു, കാരണം ബ്ലഡ് അത്രയും കുറവായിരുന്നു. 7 പോയിന്റ് ഉള്ളു, 4 പോയിന്റ് ഉള്ളായിരുന്നു. 4 പോയിന്റ് താന്നുകൊണ്ടിരിക്കുന്നു, ബ്ലഡ് കയറ്റുന്നുണ്ട്, പക്ഷെ അളവ് കൂടുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ കോട്ടയത്തിന് തന്നെ പോകണമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊരു 6 വർഷം മുന്നേ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ മരിക്കുമെന്നും വിശ്വസിക്കും, കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസനാന്ന് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു ഡോക്ടറോട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഓ കരുതും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. ആ കൈ ഒന്നടിച്ചേ. കരുതും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. സന്തോഷത്തോടെ പോയട്ടെ. അല്ല, അതുപോലെ തന്നെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. 52 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതിൽ ഹെർണിയയുടെ ഓപ്പറേഷന് 52 സ്റ്റിച്ച് ഉണ്ട്. അല്ല, 2 ഓപ്പറേഷൻ കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഹെർണിയയ്ക്ക് മാത്രം 16 സ്റ്റിച്ചും ബാക്കി യൂട്രസിൻ്റെയും ആയിരുന്നു. അപ്പോൾ ഈ ഹെർണിയയുടെ സ്റ്റിച്ച് ഒന്നും ഉണങ്ങുന്നില്ലായിരുന്നു. എന്നിട്ട് യൂട്യൂബിൽ ഞാൻ മെസ്സേജ് അയച്ചു. സോളി സിസ്റ്റർ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. ഇങ്ങനെ കുഴിഞ്ഞിറങ്ങിയായിരുന്നു പഴുത്തിട്ട്. അത് ആ മുറിവുകൾ മാത്രം ഉണങ്ങാതെ. എന്നിട്ട് സോളി സിസ്റ്റർ യൂട്യൂബിൽ പ്രാർത്ഥിച്ചു, അതും സൗഖ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷത്തോടെ പോയിട്ട്. അതായത് ഹെർണിയുടെ മുറിവ് ഉണങ്ങി, ഓപ്പറേഷൻ ചെയ്തിട്ട് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, ബ്ലീഡിങ് കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതിനൊരു വിടുതലുണ്ടായി. കഴിഞ്ഞില്ല. അടുത്തതെന്തുമായിരുന്നു? കാലിലെ മുട്ടിന് തേയ്മാനമായിരുന്നു. 21 കൊല്ലം മുമ്പ് ഓപ്പറേഷൻ ചെയ്തതാണ്. പിന്നീട് 5 മാസമായിട്ട് നടക്കാൻ പ്രയാസമായിരുന്നു. 5 വർഷമായിട്ട്. എന്നാൽ അതിനെ തുടർന്ന് മുടന്തു പോലെ ആയിപ്പോയായിരുന്നു. കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിങ്ങിന് വന്നപ്പോൾ അതും സൗഖ്യമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ബാലരാമപുരത്ത് നിന്നുള്ള വിമല എന്ന സിസ്റ്ററാണ് അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത്. സിസ്റ്റർ പറയുന്നത് താൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തൻ്റെ യൂട്രസിൽ 4 മുഴകളുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്തു. എന്നാൽ അതോടൊപ്പം തന്നെ പറയുകയാണ് തൻ്റെ കുഞ്ഞ് 2 വയസ്സായിട്ടും നടക്കുന്നില്ലായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചു, പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവിൻ്റെ കരം ആ കുഞ്ഞിന് മേൽ ചലിച്ചു. ഇന്ന് ആ കുഞ്ഞ് ആരോഗ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു മകനായിട്ട് നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ നിൽപ്പുണ്ട്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ബ്രദർ, ഈ സിസ്റ്ററിൻ്റെ പേര് വിമല. ബാലരാമപുരത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് യൂട്രസിൽ 4 മുഴയുണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് ആ സമയം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര വർഷം മുമ്പ് സിസ്റ്റർ? 2013. 2013 കാലത്ത് നടന്ന കാര്യം. ഒരു ചുണയായിട്ടൊരു കൈയൊടി കൊടുത്ത്. അതിനോടൊപ്പം തന്നെ 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം. എന്നാലും അത്ഭുതം 10 കൊല്ലം ആയാലും കേട്ടോ. ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞേ.
അതിനോടൊപ്പം തന്നെ ഡെലിവറി കഴിഞ്ഞതിനെ തുടർന്ന് സ്റ്റിച്ച് ഉണങ്ങുന്നിട്ടില്ലായിരുന്നു. ഒത്തിരി മെഡിസിൻസ് എടുത്തു, ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. എന്നാൽ സിസ്റ്റർ പറയുന്നത് അതും ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ്. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് അസാധ്യമെന്ന് പറഞ്ഞത് എന്റെ കർത്താവിന് സാധ്യമാക്കിയ ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ മകൻ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മകന്റെ പേര് അമൽ. 2 വയസ്സായിട്ടും ഈ മകൻ നടക്കത്തില്ലായിരുന്നു. വിരൽ ഊന്നിയിട്ടായിരുന്നു ഈ മകൻ നടന്നുകൊണ്ടിരുന്നത്. അതിന് കാരണം ഇവർ വെല്ലൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കണം, അത് കൂടാതെ തന്നെ മെഡിസിനോടൊപ്പം തന്നെ മെഷീൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. 3 ആഴ്ച ആയപ്പോൾ തന്നെ മകൻ നോർമലായി നടക്കാൻ തുടങ്ങി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 2 വയസ്സുള്ളപ്പോൾ നടന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് 7 കൊല്ലം. ചേച്ചി ഇത് 10 കൊല്ലത്തിന് മുമ്പിൽ സാക്ഷ്യം, ഇത് 7 കൊല്ലത്തിന് മുമ്പ് സാക്ഷ്യമാണ്. എന്തായാലും ഇപ്പോഴായാലും ആ സാക്ഷ്യമായിട്ട് വന്നതും എൻ്റെ സന്തോഷമുള്ള കാര്യമാണ്. എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാം. ചേച്ചി എന്നു പറഞ്ഞു ഇവന് 2 വയസ്സുള്ള സമയത്ത് നടക്കത്തില്ലായിരുന്നു. ഇല്ല, പിന്നെ വിരലുകൾ ഊന്നിയിട്ടാണ് നടക്കുന്നത്. വിരലുകൾ ഊന്നിയാ നടന്നത്, കാലിൽ ഉപ്പൂറ്റി മുട്ടത്തില്ല. അപ്പോ ഞാൻ ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞു ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധത്തിൽ ഞാൻ കൊണ്ടുപോയി, വെല്ലൂർ കൊണ്ടുപോയി. അപ്പോൾ ഇവനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടി ഭയങ്കര വെളിയാണ്. അവർ കാലൊക്കെ പിടിച്ച് നീട്ടിയിട്ട് നല്ല കൊച്ചിന് വേദനിപ്പിച്ചു. പക്ഷെ ഞാൻ അപ്പോൾ പറഞ്ഞു, അവൻ്റെ പപ്പയോട് പറഞ്ഞു മോനെ ഒന്നും ചെയ്യണ്ട, ഞാൻ ബ്രദറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചെങ്കിലും അവർ 100 ഓരോ ദിവസവും ഓരോന്ന് വെച്ച് പറഞ്ഞു. ഞാൻ കയ്യിൽ വാങ്ങിച്ചിട്ട് ഒന്ന് അവിടെ വെച്ച് ഡോക്ടർ കാണാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുത്ത കുട്ടിയെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരണം, ശരീരം അയണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് കൊടുത്തു, എനിക്ക് സമ്മതമല്ല, ഞാൻ പേടിച്ച് കൊടുത്തു. കുട്ടി ആ സമയത്ത് ഉറക്കത്തിലായി. പിന്നെ അവൻ എണീറ്റ് സംസാരിക്കുമ്പോൾ എന്തോ വ്യത്യാസമുള്ളതുപോലെ എനിക്ക് തോന്നി. അയ്യോ മോയ് നേരത്തെ അവൻ എന്ത് കാര്യം കണ്ടാലും ഒരിക്കൽ കണ്ടപ്പോൾ അവൻ സംസാരിക്കുന്നതൊക്കെ നല്ല ഇതാണ്, നല്ല സംസാരിക്കും. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഈ 100 ഗുളിക കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞ് വീണ്ടും വരണമെന്ന് പറഞ്ഞു. ഗുളിക കയ്യിൽ വെച്ചു, ശരി കൊടുത്തോളാന്ന് പറഞ്ഞ് ഇവന് ഒരു മെഷീനൊക്കെ കൊടുത്തു കാലിൽ ഫിറ്റ് ചെയ്യാൻ. ഞാൻ ഈ കുട്ടിയുടെ വേദന കാണുമ്പോൾ ഞാൻ അത് ഊരിക്കളയും. മോൻ്റെ പപ്പ മാത്രം അരമണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഞാൻ അത് കൂടെ കരയാണ്. കൊച്ചു കരയുമ്പോൾ എനിക്ക് സങ്കടം. ഒരു വീട്ടുപണികളൊന്നും ചെയ്യാൻ എനിക്ക് തോന്നൂല. അങ്ങനെ മോൻ്റെ പപ്പയുടെ നിർബന്ധത്തിൽ അരമണിക്കൂർ ഈ മെഷീൻ വയ്ക്കും, നടത്തിപ്പിക്കും. പക്ഷെ ഞാൻ ഈ ഗുളിക കൊടുത്തതേ ഇല്ല, മറച്ചു വെച്ചു. കൊടുക്കണുണ്ടോ എന്ന് ചോദിച്ചു, ഞാൻ കൊടുക്കണുണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റിൽ ഈ കുട്ടിക്ക് സുഖമായപ്പോൾ ഈ മെഡിസിൻ അവൻ്റെ പപ്പയെ കാണിച്ചു. അപ്പോൾ ദൈവം എത്ര വലിയവനാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ. യേശുവെ നിന്ന് ഉറക്കെ വിളിച്ചേ. ഇത് 7 കൊല്ലം മുമ്പ് നടന്ന കാര്യമോ, ഇത് 10 കൊല്ലം മുമ്പ് നടന്ന കാര്യമോ, പക്ഷെ ഇപ്പോഴായാലും ആ സാക്ഷ്യത്തിന്റെ വിലയുണ്ട്. ഒന്ന് ചേർന്ന് കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞേ. യേശു ചെയ്തതിന് നന്ദി പറഞ്ഞേ. നന്ദി കർത്താവേ, മോനൊരു നല്ല ശുശ്രൂഷകനാക്കി മാറ്റിയാട്ടെ, അവിടുത്തെ അസാധാരണമായ കൃപയിൽ ഉപയോഗിച്ചാട്ടെ. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഈ മകന് കഴിഞ്ഞ 2021 അൾസറിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. കിഡ്നിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മകന് പൂർണ്ണ സൗഖ്യമായി എന്നാണ് സാക്ഷ്യപ്പെടുന്നത്. 2021 ഒരു സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. എങ്ങനെയാണ് കാര്യം വരുന്നത്? ഇവന് വയറുവേദന എപ്പോഴും, യൂറിൻ പാസ് ചെയ്യാൻ എപ്പോഴും അവന് തോന്നും. അപ്പോൾ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ വെറുതെ അവനെ പഠിക്കാൻ മടിച്ചിട്ടാണെന്നുള്ള ഇതിൽ ഞാൻ വഴക്ക് പറയും. നിനക്ക് പഠിക്കാൻ സമയമ്പോൾ എപ്പോഴും ടോയ്ലറ്റിൽ പോകണമെന്ന് എന്നോട് പറയും. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു, അയ്യോ ഈ കൊച്ച് എന്താണ് എപ്പോഴും ഇങ്ങനെ പഠിക്കാനുള്ള മടി കൊണ്ടാണെന്ന്. അമ്മ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, ക്ലാസ് ഫസ്റ്റ് ആവണം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇവൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇനി ഡോക്ടറെ കാണിക്കാം, നെയ്യാർ കാണിച്ചു. ഞങ്ങൾ ഈ ഗൂഡല്ലൂരാണ് 2 വർഷം താമസിച്ചു. ഞാൻ അവിടെ നിന്ന് വന്നു മോനെ ഡോക്ടറെ കാണിക്കാൻ കാണിച്ചു. അപ്പോൾ പറയുന്നുണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഇത് കിഡ്നിയിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അത് ഒന്നിലും ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മാറൂല, 3 മാസം. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറയും, സാർ എനിക്ക് വിശ്വാസമുണ്ട്, അവന് പ്രാർത്ഥനയിലൂടെ ഇത് മാറും,
എനിക്ക് നല്ല വിഷയം. ഞാൻ പോണ പള്ളിയിൽ പോയി ഞാൻ ബ്രദറിനെ വിട്ട് എന്നാ നന്നെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ബ്രദറിന് ഞാൻ മെസ്സേജ് വിട്ടായിരുന്നു പ്രാർത്ഥിച്ചത്. ഗൂഡല്ലൂരാണ്, നേരിട്ട് വന്നില്ല. മെസ്സേജ് ഇട്ടിട്ട് ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ പറയുന്നുണ്ട് കൊണ്ടുപോയ അങ്ങനെ ഒരു വെള്ളവും കെട്ടിയിട്ടില്ല. എന്ത് ചെയ്തു എന്ന് യേശു ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞു. ആമേൻ. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് അടുത്തുകൊണ്ട് ഒരു ഘടസം കാര്യമായിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആശീർവാദം പറഞ്ഞ് പോവാം. അമ്മയ്ക്കും മകനും കടുത്ത പനിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഒമിക്രോൺ ആണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് നമ്മുടെ പ്രോഗ്രാമിൽ വീഡിയോ കോൾ ചെയ്ത് പ്രാർത്ഥിച്ചു, ബ്രദർ പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ പനി മാറാൻ തുടങ്ങിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ മകന് കഴിഞ്ഞ ആഴ്ച ശ്വാസമുട്ടലുണ്ടായി. ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയിരുന്നു. വേഗത്തിൽ തന്നെ നെബുലൈസേഷൻ എടുത്തു, ഓക്സിജനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മാറ്റം ഒന്നും ഉണ്ടായില്ല. അതേ തുടർന്ന് സിസ്റ്റർ വിശ്വാസത്തോടു കൂടി നമ്മുടെ ചർച്ചിലേക്ക് വിളിച്ചു, ലീഡർ പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ സൗഖ്യമായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു കൂട്ടം സൗഖ്യം നൽകിയ ദൈവത്തിന്റെ കർത്താവ് മോനാണ് നിൽക്കുന്നത്. ഒരു നല്ല കൈയടി കൊടുത്ത ഇവൻ നല്ലൊരു ശുശ്രൂഷകനാകട്ടെ, കർത്താവിന്റെ വേലയിൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ ഉദരം മുതൽ എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു. സന്തോഷമായിട്ട് പോയത്. അടുത്തതായിട്ട് തൃശ്ശൂരിൽ നിന്നും ഷിനി എന്ന പേരുള്ള സിസ്റ്ററാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. സിസ്റ്റർ പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായിട്ട് തനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ മീറ്റിങ്ങിൽ പങ്കെടുത്തതിനെ തുടർന്ന് ദൈവിക അത്ഭുതം തൻ്റെ ലൈഫിലുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ്, ഒരു മകളെ കർത്താവ് കൊടുത്തു. ആ കുടുംബത്തിന് ദൈവം കൊടുത്ത നന്മകൾക്കായി നന്ദി പറയാം. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. വണ്ടർഫുൾ. ഇത് 3 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തൊരു വിടുതലാണ് എന്ന് പറഞ്ഞാൽ കൊറോണയുടെ മുമ്പ് ചെയ്ത കാര്യമാണ്. കൊറോണയ്ക്ക് മുമ്പാണ്. ഈ കുടുംബം വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ. ഷൈനി എന്നാണ് ഈ സഹോദരിയുടെ പേര്. ഓക്കെ. ഈ സഹോദരി പറയുന്നത് 3 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. നമ്മൾ നാളെ തൃശ്ശൂരാണ്, എന്നിട്ട് ഇവരും കോട്ടയം വന്നു, ആഗ്രഹം കൊണ്ടുവന്നു. ഓക്കെ. 3 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഓക്കെ. എന്നാൽ തൃശ്ശൂരിലെ മീറ്റിംഗിൽ ഇവർ വിശ്വാസത്തോടെ പങ്കെടുത്തു. അന്ന് ജോൺ ബാർ ഈ കുടുംബത്തോടൊരു ദൂത് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ നാളുകളിൽ തന്നെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ഈ സഹോദരന്റെ കയ്യിലിരിക്കുന്നത് അന്ന് ജോൺ ബാർ ദൂത് പറഞ്ഞതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവേദനാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ ദൈവം എന്നും ചെയ്യുന്നു, അത്ഭുതങ്ങൾ എന്നും ഉണ്ട്. നമുക്ക് ഇന്നലെ നടന്ന കാര്യമല്ല, ഇത് 3 വർഷം മുമ്പ് നടന്ന് താമസിച്ചു പോയി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ. പക്ഷേ 3 വർഷം മുമ്പ് നടന്നതും ആ വാക്കുകളെല്ലാം അതുപോലെ യാഥാർത്ഥ്യമായി. ആമേൻ. എത്ര കൊല്ലമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷമായി. 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. എന്താ നാളെ തൃശ്ശൂർ വന്നാൽ പോരായിരുന്നു? ഞങ്ങളിപ്പോ കിടങ്ങൂരാണ് താമസം. ഓ, അവിടെയാണ് കാര്യം. കീഴന്നൂരാണ് നിങ്ങൾ താമസിക്കുന്നത്, തൃശ്ശൂരല്ല. അല്ല, പ്രൊഡക്റ്റ് സെയിൽസിന് വേണ്ടിയിട്ട് വന്നതാ. ബിസിനസിന് കാര്യമായിട്ട് വന്നതാ. ബിസിനസിന്റെ ആവശ്യമായിട്ട് വന്നതാ. ഓക്കെ. എന്തോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? ഇരുമ്പിന്റെ അയൺ ചട്ടി. ഓക്കെ. അതിന്റെ ബിസിനസിനായിട്ട് വന്നതാ. ഇപ്പൊ ഇവിടെയാണോ താമസിക്കുന്നത്? അതെ, ഒരു 3 മാസം വരെ. 3 മാസം വരെ നിങ്ങൾ ഇവിടെ താമസിക്കും. പിന്നെ നാട്ടിലേക്ക് പോകും. അത് ശരി. അതിന്റെ ഇടയിലാണ് കോട്ടയത്തായിരുന്നു. കോട്ടയത്തെ മീറ്റിംഗ്. അപ്പൊ എങ്ങനെ നിങ്ങൾ അറിഞ്ഞ കോട്ടയത്തെ മീറ്റിംഗ്? വഴിയായിട്ട്. ഓ, തൃശ്ശൂരുള്ള ഫാമിലി അറിഞ്ഞു. അപ്പൊ തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ വരാഞ്ഞത് ഇവിടെ ബിസിനസ് ആയിട്ട് ഇവിടെ സ്റ്റെക്ക് ആയി പോയി. അപ്പൊ നിങ്ങൾക്ക് ആ സാക്ഷ്യം പറയാനുള്ള ആഗ്രഹത്തിലൂടെ കൂടിയത്. ദാറ്റ്സ് ഗ്രേറ്റ്. നല്ല കാര്യമാണ്. ഒരു നല്ല കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു വെരി മച്ച്. കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നന്മകളാൽ നിറച്ചായിട്ട് ഒരു സുന്ദരി മോളെ കൊടുത്തല്ലോ. അപ്പോൾ താങ്ക് യു ജീസസ്. ആമേൻ. സന്തോഷത്തോടെ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര വലിപ്പമുള്ളത് അല്ലേ.
ഒരു സിസ്റ്റർ പറയുകയാണ് തനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, കുഞ്ഞുങ്ങളെ കൊടുത്തു. എന്നാൽ ഒരു സിസ്റ്ററിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ താൻ ക്യാരി ആയിരിക്കുമ്പോൾ യൂട്രസിൽ 4 മുഴകളുണ്ടായിരുന്നു. 4 മുഴകളുണ്ടെങ്കിൽ തന്നെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പല കാര്യങ്ങളും ആ പീരീഡ് മൊത്തവും ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതം നോക്കി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുക്കുവാനിടയായി. എന്നാൽ വേറൊരു സിസ്റ്ററിന് പറയാനുള്ളത് തനിക്ക് നടക്കുവാൻ കഴിയില്ലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു, മുടന്തിയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ദൈവം തൻ്റെ മക്കളെ തൊടുമ്പോൾ അവരുടെ ലൈഫിൽ എന്താണോ പൂർണ്ണമല്ലാതിരിക്കുന്നത്, എന്താണോ അവരുടെ ലൈഫിലെ പ്രയർ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ആവശ്യമെന്ന് പറയുന്നത്, അതിൻ്റെ മേഖലയിൽ ചലിക്കുവാനിടയായിത്തീരും. ഒരുപക്ഷെ നമ്മൾ അറിയുന്നതോ അറിയാത്തതോ ആയ പലതും നമ്മുടെ ലൈഫിലുണ്ടാകാം. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണെന്ന് നോക്കിയാട്ടെ. ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടാൽ ആ വ്യക്തിയുടെ ലൈഫ് മുഴുവൻ മാറും, അവരുടെ ജീവിതം മുഴുവൻ മാറും. അന്നു മുതൽ ദൈവിക സംരക്ഷണയിലാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. ഇന്ന് എന്നെ കാണുന്ന ആരെങ്കിലും വേദനയോടെയാണോ, ഭാരത്തോടാണോ, പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു മടുത്തു എന്ന് പറയുന്നവരാണോ, എന്നാൽ ജീവിക്കുന്ന ഒരു കർത്താവിനെ അനുഭവിച്ചറിയുന്ന ആ നിമിഷം മുതൽ സൗഖ്യത്തെ എനിക്ക് അനുഭവിക്കുവാനായി കഴിയും. ഒരു രോഗത്തിനും എന്നിൽ വാഴുവാനായി കഴിയത്തില്ല. വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ സൗഖ്യം ആവശ്യമുള്ളത്, അവിടെ കരങ്ങൾ വെച്ചാട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പാ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, യേശു അവിടുത്തെ കരം ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. കർത്താവേ, അപ്പാ ഞങ്ങളെ സൗഖ്യമാക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. കർത്താവേ, അപ്പാ എന്നെ കേൾക്കുന്ന കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. കർത്താവേ, ഇവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ കഴിയട്ടെ അപ്പാ, അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ കഴിയട്ടെ അപ്പാ. ചിലർ പറയുന്നത് എനിക്ക് രോഗമല്ല, സാമ്പത്തികമായി ഒത്തിരി തകർന്നാണ് ആയിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീടിലാണ് താമസിക്കുന്നത്. സ്വസ്ഥതയില്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനടുത്തേക്ക് നടത്തുന്നുവെന്ന്. സ്വസ്ഥതയുള്ള ഒരു ആത്മീയ അനുഭവം ഈ വീടുകളിൽ ഉണ്ടാകട്ടെ അപ്പാ. പച്ചപ്പുള്ള അനുഭവങ്ങൾ ഈ വീടുകളിൽ ഉണ്ടാകട്ടെ അപ്പാ. കർത്താവേ, അപ്പോൾ ആശ്വാസം നിറഞ്ഞ അനുഭവം ഈ വീടുകളിൽ ഉണ്ടാകട്ടെ അപ്പാ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, ബലഹീനതകളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലുകൾക്ക് തേയ്മാനമായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. എല്ല് പൊടിയുന്ന പ്രയാസത്തോടായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതേപോലെ യൂട്രസിൽ പ്രയാസമായിരിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്നവർ, കർത്താവേ, ഇന്ന് രാത്രികാലം സൗഖ്യമാകണം. കർത്താവേ, ഈ 2 വ്യക്തികളെ തൊട്ട അതേ അത്ഭുതം അപ്പാ ഈ കുടുംബങ്ങളിൽ ചലിക്കട്ടെ അപ്പാ. കുഞ്ഞുങ്ങളുണ്ടാകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. എന്നെ കണ്ട ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയുടെ അനുഭവം ആ വീടുകളിൽ ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.